ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയത്തിലെ കേരള പാഠാവലിയിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങളുടെ ന്യൂ സിലബസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം: പൂന്തോട്ടത്തിലെത്തിയ തലക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നുപോയി, ആനന്ദത്തോടെ കൈകൊട്ടി. മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് മനസ്സിലെ കിളി എന്നുള്ളത്. അതിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പിക്ലു എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണം, സ്വഭാവം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്ലു. ഇവിടെ പിക്ലു എന്ന് എഴുതിയത് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിക്ലു എന്നാണ് വരിക, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷികളോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും അതിയായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞതായിരുന്നു അവൻ്റെ പെരുമാറ്റം. അവൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പക്ഷികളെ നിരീക്ഷിക്കുകയും അവയെ ആഹ്ലാദത്തോടെ നോക്കി കാണുകയും ചെയ്യുന്നതിലൂടെയാണ്. അവൻ എന്നു രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും. കിളികളുടെ എണ്ണമെടുത്തും പൂക്കളെയും തേനീച്ചകളെയും കണ്ടും അവൻ ആനന്ദിക്കും. പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് എതിർപ്പായിരുന്നു. അതിനെ മോചിപ്പിക്കുകയും അമ്മയുടെ സഹായത്തോടെ അതിൻ്റെ മുറിവേറ്റ ഭാഗത്ത് കുഴമ്പ് പുരട്ടുകയും ചെയ്തു. മൈന അമ്മയെ കണ്ടെത്തുമോ വീട്ടിലെത്തുമോ എന്നെല്ലാമായിരുന്നു അവൻ്റെ ആകുലതകൾ. അവൻ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹവും കാരുണ്യവും എല്ലാം ഈ കഥയിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പിക്ലുവിൻ്റെ കുറിച്ചിട്ട് നമുക്ക് എഴുതാനുള്ളത്. വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, അല്ലേ? പ്രകൃതിയോടും അതുപോലെ തന്നെ സഹജീവികളോടുമൊക്കെ സ്നേഹവും കരുണയും ഒക്കെയുള്ള കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. കുട്ടികളോട് സ്നേഹവും കാരുണ്യവും കരുതലും എന്നും പ്രകടിപ്പിച്ച കവിയത്രി സുഗതകുമാരിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ജീവചരിത്രക്കുറിപ്പ് ഇത്രയും കാലമായിട്ട് വരാറുണ്ട്. പുതിയ സിലബസാണ്, ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായിരുന്നു. പ്രകൃതിയെ തകർക്കുന്ന ചൂഷണങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ശബ്ദമുയർത്തി പ്രതികരിച്ചിട്ടുണ്ട്. 1934 ജനുവരി 22 തിരുവനന്തപുരത്ത് ജനിച്ചു. പിതാവ് സ്വതന്ത്ര സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ. മാതാവ് കാർത്യായനി അമ്മ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. 2009 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട്. തളിരി എന്ന മാസികയുടെ പത്രാധിപ ആയിരുന്നു. സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സുഗതകുമാരിയെ കുറിച്ചിട്ട് എഴുതാം. ഇനി അവരുടെ പുസ്തകത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. പ്രവർത്തനം 3: പിക്ലുവിൻ്റെ മനസ്സ് അശാന്തനായിരുന്നു വിശദമാക്കാനാണ് പറയുന്നത്. കിളികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും അവന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവധിക്കാലമായിരുന്നിട്ടും അവൻ അതിരാവിലെ ഉണർന്ന് പൂന്തോട്ടത്തിലേക്ക് പോയത്. എന്നാൽ പൂന്തോട്ടത്തിലെത്തി അവൻ കിളികളെ ഒന്നും കണ്ടില്ല. ചേട്ടൻ ഒരു മൈനയെ കൂട്ടിലിട്ട് അതിൻ്റെ ഒരു കാല് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. അതിൻ്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികൾ ഒന്നും അവൻ്റെ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത്. ഇത് അവൻ്റെ മനസ്സിൽ വേദനിപ്പിച്ചു. മനസ്സിലേക്ക് അശാന്തത വരികയും ചെയ്തു. ഇതായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഓക്കെ. പ്രവർത്തനം 4: മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയെ മാറ്റുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രസംഗം തയ്യാറാക്കാൻ, ഉപന്യസിക്കാൻ, അല്ലെങ്കിൽ വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാൻ, വിശകലനം ചെയ്യാൻ, സമർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രകൃതിയെ ഉപയോഗിക്കരുത്. പ്രകൃതി നമുക്ക് ഒരു വരദാനമാണ്. അതിനെ നിലനിർത്തുകയാണ് നാം വേണ്ടത്. നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് മലകളും കുന്നുകളും പൂക്കളും നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ജീവൻ്റെ നിലനിൽപ്പിനെ സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളും എല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന മനോഹാരിതയെ നമുക്ക് ആസ്വദിക്കാനും വരും തലമുറയ്ക്ക് ആസ്വദിക്കാൻ കാത്തുവെക്കുവാനും സാധിക്കുകയുള്ളൂ.
ഇനി അടുത്ത ചോദ്യം പ്രവർത്തനം 5 ആണ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനും മലയാളത്തിൻ്റെ മഹാകവിയുമായ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സുഗതകുമാരിയുടെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്, ഇവിടെ വള്ളത്തോളിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ആരുടെ ജീവചരിത്രക്കുറിപ്പ് എഴുതുകയാണെങ്കിലും നിങ്ങളതിന് തലക്കെട്ട് കൊടുക്കണം. എങ്ങനെ കൊടുക്കാം? ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് നമുക്ക് കൊടുക്കാം. മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ. ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിൽ തിരൂരിൽ ജനിച്ചു. 1980 ഒരു രോഗബാധിതയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ഭദ്രവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇന്ത്യയുടെ കരച്ചിൽ, ഗണപതി, കൊച്ചു സീത, അച്ഛനും മകളും, കാവ്യാമൃതം, ചിത്രയോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. കവിത്തിലകൻ തുടങ്ങി ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1958 മാർച്ച് 13 79-ാം വയസ്സിൽ അന്തരിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതാം. സാധാരണ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ ചിലപ്പോൾ സൂചനകൾ തന്നിട്ടുണ്ടാവും, അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ എഴുതാം. നിങ്ങൾക്ക് അവരെ കുറിച്ചിട്ട് എന്താണോ അറിയുന്നത് അതും കൂടെ നിങ്ങൾക്ക് അതിൽ എഴുതി ചേർക്കാം. അവസാനത്തെ പ്രവർത്തനമാണ് പ്രവർത്തനം 6. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു. ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്ത്? കുറിപ്പ് തയ്യാറാക്കുക. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മൃദുലമായ ചിറകുകൾ വിടർത്തി യാത്രികന് ചുറ്റും പറന്നതോടെ കാറ്റിന് പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. അത്രയധികം പൂമ്പാറ്റകളാണ് യാത്രികൻ്റെ ചുറ്റുമുണ്ടായിരുന്നതെന്നാണ് ഈ വരികളിലെ സൂചന. ചിലരുടെ പച്ചനിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഇതിലൂടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് മലയാളം ടൈപ്പിംഗ് ആണ്. നമുക്ക് മലയാളം ടൈപ്പിംഗ് ഫോണിലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ക്ഷമിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വായിക്കുന്നതും കേട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.